കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലേതുപോലെയല്ല. ഇപ്പം ഈ അവസാനം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞു. പലയിടത്തും ഭരണം പിടിക്കാൻ BJP കഴിഞ്ഞു. മാത്രമല്ല ഇപ്പം പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയാണ്. ഈ കഴിഞ്ഞ 2 മാസത്തിലെ 2 വട്ടം അദ്ദേഹം ഇവിടെ എത്തി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ പുറത്തിറക്കാൻ പാകത്തിന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളടക്കം ഇടം പിടിച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക BJPയുടെ കൈവശം റെഡിയായിട്ടിരിക്കുന്നു എന്നും അറിയുന്നു. ശ്രീ സന്ദീപ് വചസ്പതി, അങ്ങനെയാണെങ്കിൽ ഇത്തവണ ആത്മവിശ്വാസത്തോടു കൂടി എത്ര സീറ്റ് BJPക്ക് നേടാൻ കഴിയുമെന്ന് അങ്ങേക്ക് പറയാൻ കഴിയും? അങ്ങനെ നമുക്ക് സീറ്റുകളുടെ എണ്ണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറയാൻ അസ്വാഭാവികമാണ്. അതൊരാൾക്കും പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അൾട്ടിമേറ്റ്ലി 140 സീറ്റുകളിലും വിജയിക്കണം എന്ന് തന്നെയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു വിശ്വാസവും അവരുടെ ആഗ്രഹവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ന സീറ്റുകളിൽ മാത്രമേ ഞങ്ങൾ വിജയിക്കുകയുള്ളൂ, ഇന്ന സീറ്റുകളിൽ വിജയിക്കും എന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ഇത് ജനമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതു മൂഡ് എന്നുള്ളത് അത് BJPക്ക് അനുകൂലമാണ്. BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട്. കാരണം ജനങ്ങൾ ഫെഡപ്പാണ്. 2 മുന്നണികളെ കൊണ്ട് ജനങ്ങൾ മടുത്തിരിക്കുന്നു, നിരാശരാണ്. ആ കാര്യം അവർക്കിനി എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ തന്നെ വസ്തുനിഷ്ഠമായി രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിച്ചാൽ എന്താണ് 2 മുന്നണികൾക്കും കേരളത്തിലെ ജനങ്ങളോട് പുതിയതായി പറയാനുള്ളത്? 70 വർഷം അവസരം കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവർ അടുത്ത 5 വർഷം കൊണ്ട് എന്തെങ്കിലും പുതിയതായി ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പം ജനങ്ങൾക്ക് മനസ്സിലായി ഇവരുടെ കയ്യിൽ ഇനി കരുക്കളൊന്നുമില്ല. 2 പേരും അവരുടെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പുറത്തെടുത്തു കഴിഞ്ഞു. പക്ഷേ അവരെല്ലായ്പ്പോഴും BJPക്കെതിരെ വർഗീയത ആരോപിക്കുന്നതിലൂടെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് ജാതി സംഘടനകളെ, തീവ്രവാദ സംഘടനകളെയൊക്കെ ചേർത്ത് പിടിച്ച് BJPക്കെതിരെ അവർ കൈകോർക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെടുന്നത് കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങളാണ്, കേരളത്തിലെ ചെറുപ്പക്കാരുടെ അവസരങ്ങളാണ്. അപ്പോൾ ഇത് തുറന്നു കാണിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP മുൻപോട്ടേക്ക് വെക്കുന്ന ഒരു രാഷ്ട്രീയം.